സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2026 ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു GDP വളർച്ച നോക്കുകയാണെങ്കിൽ 7.6%. എന്നാൽ ഈ വരുന്ന, അതായത് ഇപ്പോഴത്തെ ഒരു റണ്ണിങ് ഇയർ, അതായത് 2027 സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ അത് 6.9% ചുരുങ്ങും എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാലും മറ്റ് പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നിലവിൽ നിൽക്കുമ്പോൾ ഇത്രത്തോളമുള്ള അഡ്വേഴ്സിറ്റീസ് കണക്കിലെടുക്കുമ്പോഴും വളരെ മികച്ച രീതിയിലുള്ളൊരു പ്രകടനം തന്നെ രാജ്യത്തിന് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ ഇപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു സ്റ്റേറ്റിനെ നിലവിലിപ്പോൾ RBI ഗവർണർ തന്നെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒരു ഇന്ത്യയുടെ ഒരു സാമ്പത്തിക രംഗത്തെക്കുറിച്ച് കൊണ്ട് നിലവിലിപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം റിസർവ് ബാങ്ക് ഗവർണർ നടത്തിയിരിക്കുന്ന പരാമർശത്തെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? 7.6% 2026 ഫിനാൻഷ്യൽ ഇയർ സാമ്പത്തിക വർഷം GDP ക്ലോസ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ഷൻ തന്നെയാണ് ഇന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ തന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇതുവരെയുള്ള എല്ലാ ഇൻഡിക്കേറ്റീവ് നമ്പേഴ്സിനും ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോൾ ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന ഒരു മോണിറ്ററി പോളിസി തീരുമാനം കഴിഞ്ഞ മാർച്ച് 31 കഴിഞ്ഞിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ നടക്കുന്ന ഒരു GDP വളർച്ചയെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ ആകുമ്പോൾ തീർച്ചയായിട്ടും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റാ ബേസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും 7.6% ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഇതുപോലെ യുക്രൈൻ റഷ്യ വാർ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഈ നമ്മുടെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്ക് 50% താരിഫ് കൊണ്ടുവരുന്നു, 25% താരിഫ് കൊണ്ടുവരുന്നു, US താരിഫിന്റെ ചലഞ്ചസ് എല്ലാം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിനെല്ലാം നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ട് അതിനെല്ലാം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ 7.6% GDP ഗ്രോത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് മാർച്ച് 31 സാധിക്കും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലോസ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്ന നമ്പർ എന്ന് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ നമ്മളോട് പറഞ്ഞത്. അത് വലിയൊരു കോൺഫിഡൻസ് ആണ്. കഴിഞ്ഞ വർഷത്തെ ചലഞ്ചസിനെല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് 7.6% നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ഈ സാമ്പത്തിക വർഷം നമ്മൾ ക്ലോസ് ചെയ്യുന്നത് 6.9% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ നമ്മളോട് പറഞ്ഞിരിക്കുന്നതിന്റെ ആ കോൺഫിഡൻസിന്റെ തന്നെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്തിന്റെ GDP ഗ്രോത്ത് എന്നുള്ളത് ആ രാജ്യത്തിന്റെ തന്നെ തനതായിട്ടുള്ള ശക്തികളെ അല്ലെങ്കിൽ ആ തനതായിട്ടുള്ള കോൺഫിഡൻസുകളെ, തനതായിട്ടുള്ള പ്രവർത്തനങ്ങളെ, തനതായിട്ടുള്ള പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതിന്റെ ക്യാഷ് ഫ്ലോ, ലിക്വിഡിറ്റി, അതുപോലെ ക്രെഡിറ്റ് ഫ്ലോ, വായ്പയുടെ ഒരു ഫ്ലോ, ഇതെല്ലാം അനുസരിച്ച് കൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ GDP നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതും ആ GDP ഫൈനലായിട്ട് കൗണ്ട് ചെയ്യുന്നതും. അങ്ങനെ നോക്കുമ്പോൾ ഫണ്ടമെന്റൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇക്കോണമി എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് 6.9% ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നിരിക്കുന്നത്. യുദ്ധസമാനമായിട്ടുള്ള യുദ്ധത്തിൻ്റെതായിട്ട് സാഹചര്യങ്ങൾ പുറത്തുണ്ടെങ്കിൽ പോലും നമുക്കറിയാം കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക മാനേജ്മെന്റ് നമ്മൾ മറ്റു രാജ്യങ്ങളിലെ സാഹചര്യങ്ങളെ വളരെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ പ്രധാനമായിട്ടും ഒരു വലിയൊരു ഓവർ ഡിപ്പെൻഡബിലിറ്റി ഉണ്ടായിരുന്നു. അന്തർദേശീയ തലത്തിലുള്ള സാഹചര്യങ്ങളെ ഓവർ ഡിപ്പെൻഡബിലിറ്റി ഉണ്ടായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന്റെ ഒരു പ്രൊജക്ഷനും അതിന്റെ ഗ്രോത്തിനൊക്കെ. പക്ഷേ നമ്മൾ ഈ റീസെന്റ് ഇയേഴ്സിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം അന്തർദേശീയ തലത്തിലുള്ള ചലനങ്ങൾ, അവിടുത്തെ ഉള്ള ഡെവലപ്മെന്റുകൾ നമ്മളെല്ലാം ബാധിക്കുമെന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒരു ഓവർ ഡിപ്പെൻഡബിലിറ്റി ഇന്ത്യൻ ഇക്കോണമിക്ക് ഇപ്പോഴില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസീലിയൻസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, കാപ്പബിലിറ്റി ഉണ്ട്, നമ്മുടേതായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടെല്ലാം നമ്മുടെ GDP ഗ്രോത്ത് എല്ലാം നമ്മൾ കാണിച്ചു തരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ ഈ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവാം, സപ്ലൈ ചെയിൻ്റെ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാവാം, നമ്മുടെ ഓയിലിന്റെ അവൈലബിലിറ്റിയിൽ ഡിഫിക്കൽട്ടീസ് വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സസിന്റെ ചലഞ്ചസ് നമുക്കുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴും അർബൻ കൺസപ്ഷൻ നല്ലതാണ്, റൂറൽ കൺസപ്ഷൻ നല്ലതാണ്, നമ്മുടെ പ്രൊഡക്ഷൻ റേറ്റ്, പ്രൊഡക്ഷന്റെ ഇൻഡെക്സ് നല്ലതാണ്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി അറേഞ്ച്മെന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യൻ ഇക്കോണമിക്ക് തരുന്നു, ജനങ്ങൾക്ക് തരുന്നു, വ്യവസായങ്ങൾക്ക് തരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ 6.9% എന്ന് പറയുന്ന വളർച്ച നിരക്ക് നേരത്തെ സൂചിപ്പിച്ചിൽ നിന്ന്, നേരത്തെ പ്രൊജക്റ്റിൽ നിന്ന് കുറവാണ്. തീർച്ചയായിട്ടും ഈ ചാലഞ്ചസിനെ ഈ ഒരു വെല്ലുവിളികളെ ഫാക്ടർ ചെയ്തുകൊണ്ട് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ കുറഞ്ഞ ഒരു ലെവലിലേക്ക് 6.9% GDP വെച്ചിരിക്കുന്നത്. അപ്പോഴും 6.9% GDP എന്ന് പറയുന്നത് പിയർ കൺട്രീസിനെ സംബന്ധിച്ചോളം, പിയർ നാഷൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്പോഴും മേലെ നിൽക്കുന്ന ഒരു നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കോൺഫിഡൻസോടുകൂടെ ആ നമ്പറിൽ എത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഇന്ത്യക്കുണ്ട്. വിപണി ആ പ്രതീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇന്നത്തെ
ഇൻഡെക്സിൽ നിന്നല്ല, നിഫ്റ്റിയുടെ ആണെങ്കിലും സെൻസെക്സിന്റെ ആണെങ്കിലും ഇൻഡെക്സിന്റെ റെസ്പോൺസ് വഴി നമുക്ക് കാണാനും സാധിക്കും. MPC ഡിസിഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻഡെക്സിന്റെ വിപണിയുടെ റെസ്പോൺസ് കാണുമ്പോൾ തന്നെ അതിൽ വിപണിയും ഒരു കോൺഫിഡൻസിൽ എടുത്തിരിക്കുന്നു ആ ഒരു പ്രഖ്യാപനം എന്ന് കാണാം. ഇത്ര അഡ്വേഴ്സ് ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ നിലവിൽ ഇപ്പോൾ നമ്മുടെ GDP